ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും രാജ്യത്തിന്റെ ഭരണചുമതല മന്ത്രിമാരിൽ അൽപ്പിച്ചുകൊണ്ട് പ്രസിദ്ധമായ ഗോകർണ ക്ഷേത്രത്തിലെ പ്രശാന്തതയിൽ നിൽക്കുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. അവിടെ സൂര്യതാപമേൽക്കുക, മാസത്തിലൊരിക്കൽ മാത്രം ആഹാരം കഴിക്കുക, ബാക്കി ദിവസങ്ങൾ ഉപവസിക്കുക തുടങ്ങിയ കഠിനമായ തപശ്ചര്യകൾ അനുഷ്ഠിച്ചു. അവസാനം സന്തുഷ്ടനായ ഈശ്വരൻ പ്രത്യക്ഷനായി പറഞ്ഞു, മകനേ ഭഗീരഥ, ഇഷ്ടമുള്ള വരം ആവശ്യപ്പെട്ടുകൊള്ളുക, അത് നൽകുന്നതാണ്. 1000 ആദിത്യന്മാരുടെ ഉജ്ജ്വല പ്രകാശമുള്ള ഒരാളുടെ ദർശനമാണ് ഭഗീരഥനുണ്ടായത്. അദ്ദേഹം കൃതജ്ഞതയ്ക്കും ഭക്തിക്കും അധീനനായി ദീർഘദണ്ഡ നമസ്കാരം ചെയ്തു. അദ്ദേഹം പ്രാർത്ഥിച്ചു, പ്രഭോ, എന്റെ പ്രപിതാമഹന്മാർ നരകത്തിൽ നിന്നും രക്ഷനേടി സ്വർഗം പ്രാപിക്കാൻ തക്കവണ്ണം ആകാശഗംഗയെ ഭൂമിയിലേക്ക് പ്രവഹിപ്പിക്കുക. എന്റെ വംശം അവശേഷിക്കാത്തതിരിക്കത്തവണ്ണം ഇക്ഷ്വാകുവംശം അനുഗ്രഹിക്കുക. ആ വംശം തുടരുകയും ഉത്കർഷം പ്രാപിക്കുകയും ചെയ്യട്ടെ. അദ്ദേഹം പ്രഭുവിന്റെ പാദങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഈ അപേക്ഷ സമർപ്പിച്ചു. പ്രഭു മറുപടി നൽകി, മകനേ, നിന്റെ ആദ്യത്തെ ആഗ്രഹം നിറവേറ്റാൻ വളരെ പ്രയാസമുണ്ട്. എന്നിരുന്നാലും ഞാൻ അത് നിനക്ക് നൽകുന്നു. രാജവംശത്തെ സംബന്ധിച്ച വരം, അതെ, നിനക്കൊരു കുലീനനായ പുത്രനുണ്ടാകും. നിന്റെ വംശം തുടർന്നു പോവുകയും ഉത്കർഷം പ്രാപിക്കുകയും ചെയ്യും. എഴുന്നേൽക്കൂ. ഇത് കേട്ടപ്പോൾ ഭഗീരഥൻ എഴുന്നേറ്റു. പ്രഭു ഇങ്ങനെ തുടർന്നു, ഭഗീരഥ, ഗംഗാജലം സമുദ്രവും ഗതിവേഗമുള്ളതുമാണ്. അത് സ്വർഗ്ഗത്തിൽ നിന്നും താഴെ പതിക്കുമ്പോൾ അതിന്റെ ആഘാതം താങ്ങാൻ ഭൂമിക്ക് കഴിയുകയില്ല. അതുകൊണ്ട് ഭൂമിയുടെ ഭരണകർത്താവെന്ന നിലയ്ക്ക് നാം അതിനെപ്പറ്റി ചിന്തിക്കുകയും ദാരുണമായ ആ വിപത്ത് ഒഴിവാക്കുന്നതിനുള്ള മാർഗ്ഗങ്ങൾ കണ്ടുപിടിക്കുകയും വേണം. ഗംഗ ഭൂമിയിലേക്കിറങ്ങുമ്പോൾ അതിന്റെ ഫലം ആപൽക്കരമായിരിക്കും. അതുകൊണ്ട് ആദ്യം ശിവന്റെ ശിരസിൽ നിപതിപ്പിക്കണം. അവിടെ നിന്ന് ലഘുവായ ആപൽസാധ്യതയോടുകൂടി ഭൂമിയിലേക്ക് നയിക്കുകയും വേണം. ഭൂവാസികളെ കണക്കിലെടുക്കുമ്പോൾ ഇതാണ് ഏറ്റവും ഉത്തമമായ മാർഗ്ഗം. ഇതിനെപ്പറ്റി നല്ലവണ്ണം ചിന്തിക്കൂ. ഇങ്ങനെ അരുളി ചെയ്ത ശേഷം പ്രഭു അന്തർധാനം ചെയ്തു. അനന്തരം ഭഗീരഥൻ ശിവനെ പ്രസാദിപ്പിക്കുവാൻ തപസ്സാരംഭിച്ചു. അവസാനം ഗംഗയെ സ്വർഗ്ഗത്തിൽ നിന്നും കൊണ്ടുവരുമ്പോൾ തന്റെ ശിരസിലേക്ക് സ്വീകരിക്കുവാനുള്ള സമ്മതവും അനുഗ്രഹവും ശിവനിൽ നിന്നും നേടുവാനുള്ളതിൽ അദ്ദേഹം വിജയിച്ചു. അങ്ങനെ ഗംഗ ശിവശിരസിലേക്ക് നിപതിച്ച് അവിടെ നിന്നും ഭൂമിയിലേക്ക് 7 വ്യത്യസ്ത നദികളായി ഒഴുകി. ഹ്ലാദിനിയും നളിനിയും പാവനിയും കിഴക്കോട്ടും സുദിക്ഷു, സീത, സിന്ധു എന്നിവ പടിഞ്ഞാറോട്ടും ഒഴുകി. അവസാനത്തെ നദി ഭഗീരഥൻ നയിക്കുന്നിടത്ത്, അതായത് അദ്ദേഹത്തിന്റെ പ്രപിതാമഹന്മാരുടെ ഭസ്മം നരകത്തിൽ നിന്നും മോചനം കാത്തിരിക്കുന്ന സ്ഥലത്തേക്കൊഴുകി. അങ്ങനെ ഭഗീരഥൻ നയിച്ച മാർഗ്ഗത്തിൽ കൂടി അത് പ്രവഹിച്ചു. ഈ വഴിക്കെല്ലാം ജനങ്ങൾക്ക് ഈ പുണ്യനദിയിൽ നിന്നും പ്രയോജനം സിദ്ധിച്ചു. അവർ സ്വയം പവിത്രീകരിക്കപ്പെട്ടു. ആകാശഗംഗയുടെ ശുദ്ധീകരണ സ്വാധീനം കൊണ്ട് അവർ പാപഫലങ്ങളിൽ നിന്നും വിമുക്തരായി. ഭഗീരഥന്റെ പ്രപിതാമഹന്മാരും ത്രിവിധ പവിത്രതയുള്ള ആ നദിയുടെ കരയിൽ ചെയ്യപ്പെട്ട ശേഷക്രിയകളാലും അതിലെ ജലത്തിന്റെ സമ്പർക്കം മൂലവും സമുദ്ധരിക്കപ്പെട്ടു. ഭഗീരഥൻ ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നതിനെ സംബന്ധിച്ച് ആ നദിക്ക് ഭാഗീരഥി എന്ന പേര് സിദ്ധിച്ചു. പിതൃക്കളുടെ തൃപ്തിക്കുവേണ്ടിയുള്ള കർമ്മങ്ങളെല്ലാം കഴിഞ്ഞശേഷം ഭഗീരഥൻ അയോധ്യയിലേക്ക് മടങ്ങി. ഈശ്വരകാരുണ്യം കൊണ്ട് തന്റെ പിതാവിന്റെയും പിതാമഹന്റെയും ഉത്കടമായ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ കഴിഞ്ഞതിൽ അദ്ദേഹം അതീവ സംതൃപ്തനായി. സംതൃപ്തരായ പ്രജകളുടെ സ്വാഭാവികമായ അഭിവാദനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് വളരെക്കാലം സാമ്രാജ്യം ഭരിച്ചു. ഒടുവിൽ അദ്ദേഹവും കാലയവനികയ്ക്കുള്ളിൽ തിരോധാനം ചെയ്തു. വിശ്വാമിത്രൻ രാമന്റെ പൂർവ്വപിതാക്കന്മാരുടെ കഥ ഇങ്ങനെ വിവരിച്ചപ്പോൾ രാമലക്ഷ്മണന്മാർ അത് കേൾക്കുന്നതിൽ ശ്രദ്ധാപൂർണരായിരുന്നു. അതിലെ സംഭവങ്ങൾ അവരെ ഹർഷോന്മാദരാക്കി. സമയം ഏതാണ്ട് പാതിരാവായെന്നും അവർക്കെല്ലാം ഇനി ഉറങ്ങാമെന്നും മഹർഷി പറഞ്ഞു. അവർ കുലഗുരുവിന്റെ മുമ്പിൽ ദണ്ഡനമസ്കാരം ചെയ്ത് നദീതടത്തിലെ മണലിൽ തന്നെ ഉറങ്ങാൻ കിടന്നു. എന്നാൽ രാമലക്ഷ്മണന്മാർക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവർക്ക് വിശ്രമം ആവശ്യമുണ്ടായിട്ടില്ല. തങ്ങളുടെ കുലഗുരുവിന്റെ ആജ്ഞ അനുസരിക്കാൻ വേണ്ടി മാത്രമാണ് അവർ മണൽത്തിട്ടയിൽ കിടന്നത്. പ്രഭാതം സമാഗതമായി കാണുന്നതുവരെ സ്വർഗ്ഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഗംഗയുടെ അവതരണത്തെ സംബന്ധിച്ച അത്ഭുതകഥ സ്വയം ചിത്രീകരിച്ചുകൊണ്ടവർ കിടന്നു. നേരം പുലർന്നപ്പോൾ അവരെഴുന്നേറ്റ് നദീതടത്തിൽ പോയി സ്നാനാദികളും പ്രഭാതകർമ്മങ്ങളും അനുഷ്ഠിച്ച് മുന്നോട്ടുള്ള യാത്രയ്ക്കൊരുങ്ങി. ചില ശിഷ്യന്മാർ കടത്തുതോണി തയ്യാറാക്കിയിരിക്കുന്നുവെന്ന് അറിയിച്ച ഉടനെ എല്ലാവരും അങ്ങോട്ടേക്ക് നീങ്ങി. തോണി കയറി പുണ്യനദി കടന്ന് ഉത്തരതീരത്തെത്തി. വനപ്രദേശങ്ങളിലെ ആകർഷകങ്ങളായ സുന്ദരദൃശ്യങ്ങൾ വിസ്മയപൂർവ്വം നോക്കിക്കൊണ്ട് അവർ യാത്ര തുടർന്നു. കുറേ ദൂരം നടന്നുകഴിഞ്ഞപ്പോൾ മനോഹരമായ കെട്ടിടങ്ങൾ നിറഞ്ഞ വിസ്തൃതമായൊരു നഗരിയിലെത്തി. രാമൻ വിശ്വാമിത്രന്റെ നേരെ തിരിഞ്ഞു ചോദിച്ചു, ഗുരോ, അത്യാകർഷകമായ വനത്തിൽ ഇവിടെ നിന്നും ഒരു വൻ നഗരി കാണുന്നു. അത് ഏതു രാജ്യത്തിൽപ്പെട്ടതാണ്? മഹർഷി മറുപടി പറഞ്ഞു, രാമ,
അതടുത്താണെന്നു തോന്നുന്നു, അല്ലേ? എന്നാൽ വാസ്തവത്തിൽ കുറേ സമയം കഴിഞ്ഞാലേ അവിടെ എത്തുകയുള്ളൂ. ഒരുപക്ഷെ നമ്മളവിടെ എത്തിക്ക് സായംകാലത്തായിരിക്കും. നമ്മൾ അവിടെ ശരിയായും എത്തിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് അതിന്റെ ഉത്ഭവത്തെയും ഐശ്വര്യത്തെയും പറ്റിയുള്ള കഥ പറഞ്ഞുതരാം. അതിനിടയിൽ നാം യാത്ര തുടരുക. കണ്ണിൽ ഒരു മിന്നലാട്ടത്തോടും ചുണ്ടുകളിൽ മന്ദഹാസത്തോടും കൂടി മഹർഷി പറഞ്ഞ ഈ വാക്കുകൾ രാമൻ കേട്ടു. അദ്ദേഹം ഈ നിർദ്ദേശത്തിന്റെ അർത്ഥം മനസ്സിലാക്കി ഒരു വാക്കുപോലും മറുപടി പറയാതെ മുമ്പോട്ടു നടന്നു. അവർ താഴ്വരയിലിറങ്ങിയപ്പോൾ ഏതെങ്കിലും നഗരത്തിന്റെ യാതൊരടയാളമോ ആൾപ്പാർപ്പിന്റെ ലക്ഷണമോ അവിടെയുണ്ടായിരുന്നില്ല. പക്ഷെ ഉയർന്ന സ്ഥലത്തേക്ക് കയറിയപ്പോൾ നഗരം വളരെ അടുത്തു കണ്ടു. ഇക്കണക്കിന് മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ വൈകുന്നേരമായാലും നഗരത്തിലെത്തുവാൻ കഴിയുകയില്ലെന്ന് അവർക്ക് തോന്നി. വിശ്വാമിത്രൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നഗരം അപ്പോഴും വളരെ അകലെയായിരുന്നു. സന്ധ്യയായപ്പോൾ അവർ യാത്ര നിർത്തി സ്നാനത്തിനുശേഷം ശാസ്ത്രോക്തമായ രീതിയിൽ സന്ധ്യാവന്ദന കർമ്മങ്ങളെല്ലാം ചെയ്ത് വിശ്രമിച്ചുകൊണ്ടിരിക്കെ രാമൻ അതിനു മുമ്പ് ചോദിച്ച ചോദ്യത്തിലേക്ക് തന്നെ മടങ്ങി. ഗുരോ, അങ്ങ് സദയം ഞങ്ങളോട് ആ നഗരത്തെപ്പറ്റി പറയുമോ? ഇത് കേട്ടപ്പോൾ വിശ്വാമിത്രൻ പറഞ്ഞു, ഞാനും ഇപ്പോൾ ആ സംഗതിയെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ മനസ്സിന്റെയും പ്രവർത്തനങ്ങളെപ്പറ്റി നിനക്ക് ബോധമുണ്ടെന്നെനിക്കറിയാമെങ്കിലും മായയുടെ ആവരണം വസ്തുതയെ മറയ്ക്കുകയും തെറ്റായ പാതയിലേക്ക് കുത്തനെ നിബദിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല സാഹസികമായി പ്രവർത്തിക്കാൻ നിർബന്ധിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും മനസ്സിന്റെ യജമാനന്മാരാവാൻ സാധ്യമല്ല. അസ്മാദൃശന്മാർക്ക് പോലും അതിനെ നിയന്ത്രണത്തിൽ വയ്ക്കാൻ അസാധ്യമാണെങ്കിൽ സാധാരണ മനുഷ്യന്റെ വിധിയെപ്പറ്റി വിസ്തരിക്കേണ്ട ആവശ്യമില്ല. നീ നഗരത്തിന്റെ കഥയെപ്പറ്റി ചോദിക്കാൻ മറന്നിരിക്കുന്നു എന്ന ചിന്ത എന്റെ മനസ്സിൽ പെട്ടെന്നുദിച്ച സമയത്തുതന്നെ അതിനെപ്പറ്റി എന്നോട് ചോദിക്കുകയും ചെയ്തു. നീ സർവജ്ഞനാണെന്ന് കാണിപ്പാൻ ഇതിനപ്പുറം തെളിവ് ആവശ്യമില്ല. രാമ, പുരാതനകാലത്ത് കാശ്യപന് 2 പത്നിമാരുണ്ടായിരുന്നു, അദിതിയും ദിതിയും. ദിതിയുടെ മക്കൾ അസാമാന്യമായ കായികശേഷിയുള്ളവരായിരുന്നു. അദിതിയുടെ മക്കൾ ധാർമ്മികമായ ഗാംഭീര്യത്തിന്റെ ഭണ്ഡാരങ്ങളുമായിരുന്നു. അവർ കൂടുതൽ കൂടുതൽ ശക്തി ആർജിച്ചു വളർന്നു. ഇത്രയും സുന്ദരമായും വേഗത്തിലും അവർ വളർന്നുവരുന്നത് നോക്കി മാതാപിതാക്കന്മാർക്ക് ആശ്ചര്യവും അത്യാഹ്ലാദവുമുണ്ടായി. ഒരു ദിവസം ദിതിയുടെയും അദിതിയുടെയും മക്കൾ ഒരു ചർച്ചയിലേർപ്പെട്ടു. വാർദ്ധക്യം ഒഴിവാക്കാനുള്ള ഉപായങ്ങളെ സംബന്ധിച്ചായിരുന്നു ചർച്ച. ഒടുവിൽ പാൽക്കടൽ കടഞ്ഞുകിട്ടിയേക്കാവുന്ന അമൃതിനു മാത്രമേ രോഗം, വാർദ്ധക്യം, മരണം എന്നീ ശാരീരികമായ വിപത്തുകളെ തടയാനുള്ള കഴിവുള്ളൂ എന്ന നിഗമനത്തിലെത്തി. പിന്നെ അതിനായി ശ്രമം. മന്ദരശൃംഗം അടർത്തിയെടുത്ത് കടലിൽ വെച്ച് അത് കടകോലായും വാസുകി എന്ന സർപ്പത്തെ കയറായും സ്വീകരിച്ച് വളരെക്കാലം മഥനം ചെയ്തുകൊണ്ടിരിക്കെ വാസുകി വിഷം വമിപ്പിക്കാൻ തുടങ്ങി. ഗിരിശൃംഗത്തിലെ പാറകളോട് വിഷപുല്ല് തീർന്നു. വിഷത്തിന്റെ ആവി ഒരു വലിയ അഗ്നി പോലെ ആളിക്കെത്തി. ഇതുകണ്ട് ദിതിയുടെയും അദിതിയുടെയും മക്കൾ ഭയചകിതരായി. ഈ അഗ്നിപ്രളയത്തിൽ തങ്ങൾ തന്നെ വെന്ത് വെണ്ണീരായിപ്പോകുമോ എന്നവർക്കു തോന്നി. അവർ രക്ഷയ്ക്കായി പ്രാർത്ഥിച്ചു. വിഷ്ണുഭഗവാൻ അവർക്ക് പ്രത്യക്ഷനായി. അപ്പോൾ ഇദിയുടെ മക്കൾ ദയനീയമായ നിലയിൽ പ്രാർത്ഥിച്ചു, പ്രഭോ, ഞങ്ങളെ രക്ഷിച്ചാലും. ഈ ഭയങ്കരമായ വിപത്ത് തടഞ്ഞാലും. വിഷ്ണു ശിവരൂപം കൈക്കൊണ്ടു പറഞ്ഞു, പ്രിയപ്പെട്ട കുട്ടികളെ, ഞാൻ ദേവന്മാരിൽ ഏറ്റവും മുതിർന്നയാളാണ്. അതുകൊണ്ട് ഈ മഥനപ്രക്രിയയുടെ ആദ്യഫലം എനിക്കാണ് അവകാശപ്പെട്ടതാണ്. ഇങ്ങനെ പറഞ്ഞ് ഈ അതിസംഭ്രമത്തിന് കാരണമായ ഹാലാഹലവിഷം അദ്ദേഹം പെട്ടെന്നുതന്നെ കുടിച്ചു തീർത്തു. അതിൽ പിന്നെ ഇദിയുടെയും അദിതിയുടെയും മക്കൾ മഥനം തുടർന്നു. ഇപ്പോൾ മറ്റൊരാപത്ത് അവരെ ഭീഷണിപ്പെടുത്തി. മന്ദരശൃംഗം പാലാഴിയിലാണ്ടു തുടങ്ങി. അവർ വീണ്ടും വിഷ്ണുഭഗവാനെ പ്രാർത്ഥിച്ചു. അദ്ദേഹം അവർക്ക് വീണ്ടും പ്രത്യക്ഷനായി അശരീരിയായി പറഞ്ഞു, അരുമക്കുട്ടികളെ, ഭയപ്പെടാതെ. പ്രഭു ഒരു ആമയുടെ ആകൃതി കൈക്കൊണ്ട് വെള്ളത്തിലേക്ക് താണു. മന്ദരശൃംഗത്തിന്റെ അടിയിലെത്തി. അതിനെ പുറത്തു വഹിച്ചുയർത്തി കടുപ്പമുള്ള തോടിന്മേൽ മഥനം കഴിയുന്നതുവരെ സുരക്ഷിതമായി വെച്ചു. കശ്യപപുത്രന്മാർ അതീവ കൃതജ്ഞരായി, അത്യന്തം സന്തുഷ്ടരായി. അവർ ഭഗവാനെ വാഴ്ത്തി സ്തുതിച്ചു. അനന്തരം ക്ഷീരാബ്ധിയിൽ നിന്നും കയ്യിൽ ദണ്ഡും കമണ്ഡലവുമായി ഒരു ദേവൻ ഉയർന്നുവന്നു. അദ്ദേഹമാണ് ധന്വന്തരി. ഇദിയുടെയും അദിതിയുടെയും മക്കൾ. ധന്വന്തരിയെ നോക്കി നിൽക്കെത്തന്നെ പാലാഴിയിൽ നിന്നും കട്ടിയായ മധുരരസം ഒരു പാത്രത്തിന്റെ ആകൃതിയിൽ പൊന്തിവന്നു. ഉത്തരക്ഷണത്തിൽ അത് പൊട്ടിച്ചിതറി. അതിൽ നിന്നും പുറത്തുവന്നത് അതിസുന്ദരികളായ യുവതികളായിരുന്നു. രസത്തിൽ നിന്നും ജന്മം കൊണ്ടവരായതുകൊണ്ട് അവർ അപ്സരസുകൾ എന്ന് വിളിക്കപ്പെട്ടു. അവർ തങ്ങളെ വിവാഹം ചെയ്യാനായി അദിതിയുടെയും ഇദിയുടെയും മക്കളെ പലവഴിക്കും സ്വാധീനിക്കാൻ നോക്കി. അവർ പ്രാർത്ഥിച്ചു, അപേക്ഷിച്ചു. പക്ഷെ അവരുടെ എല്ലാ ശ്രമങ്ങളും വിഫലമായി. അവർ അവിവാഹിതരായി സ്വർഗ്ഗത്തിൽ അത്രയും ചഞ്ചലചിത്തരുമായി കഴിഞ്ഞുകൂടി. പിന്നീട് തിരമാലകൾക്കിടയിൽ നിന്നും ജലദേവന്റെ പുത്രിയായ വാരുണി ഉയർന്നുവന്നു. അവളുടെ വശം ഒരു പാത്രം നിറയെ മാദകമായ മദ്യമുണ്ടായിരുന്നു. മദ്യവുമായി സുരയുമായി ഒരു ബന്ധമുണ്ടാക്കാൻ ഇദിയുടെ മക്കൾ
തയ്യാറായില്ല. അതിഥിയുടെ മക്കൾ അത് ആസക്തിയോടെ അകത്താക്കി. സുര സ്വീകരിക്കാത്തതിരുന്നവർ അസുരന്മാർ എന്നും അത് സ്വീകരിച്ചവർ സുരർ എന്നും അറിയപ്പെട്ടു. അവസാനം പാൽക്കടലിൽ നിന്നും അമൃതും ഉയർന്നുവന്നു. ആരാണ് അമൃത് കഴിക്കേണ്ടവർ? അതിനെച്ചൊല്ലി ദിതിയുടെയും അതിഥിയുടെയും മക്കൾ തമ്മിൽ വലിയ വഴക്കായി. അത് ഭയങ്കരമായ ഒരു യുദ്ധമായി വളരുകയും ചെയ്തു. ആ യുദ്ധത്തിൽ അതിഥിയുടെ പുത്രന്മാർ ദിതിയുടെ പുത്രന്മാരെ നശിപ്പിക്കാൻ തുടങ്ങി. ആ യുദ്ധം വംശനാശം തന്നെ വരുത്തിവെക്കുമോ എന്ന് ഭയപ്പെടേണ്ടിവന്നു. ആ ഘോരസമരത്തിൽ ഇരുപക്ഷികളുടെയും ആയുധപ്രയോഗത്തിന്റെ ഫലമായി ഭൂമി വിറച്ചു. ഭയത്തിന്റെയും ഉത്കണ്ഠയുടെയും കാർമേഘപടലങ്ങൾ ലോകത്തിനുമേലെ പടർന്നു. പെട്ടെന്ന് സമ്മോഹനമായ രൂപസൗന്ദര്യമുള്ള ഒരു യുവതിയുടെ രൂപത്തിൽ വിഷ്ണു ആ മത്സരിക്കുന്ന കക്ഷികളുടെ മധ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടു. എല്ലാവരുടെയും മനസ്സ് മാറ്റിയെടുക്കാൻ അവളുടെ അസുലഭരമണീയതയ്ക്ക് സാധിച്ചു. അവിടെ ഉണ്ടായിരുന്നവരെയെല്ലാം മോഹിനി ആകർഷിച്ചു. അവളുടെ പ്രത്യക്ഷാവസ്ഥയിൽ അമൂല്യമായ അമൃതം അപ്രത്യക്ഷമായി. ദിതിയുടെ മക്കളെല്ലാം വധിക്കപ്പെട്ടിരുന്നു. അതിന്റെ ഫലമായി അവരുടെ മാതാവിനുണ്ടായ ദുഃഖം ആശ്വസിപ്പിക്കുവാൻ അസാധ്യമായ തരത്തിലുള്ളതായിരുന്നുവെന്ന് പറയേണ്ടതില്ലല്ലോ. അവരെ ക്രമനിലയിലേക്ക് കൊണ്ടുവരാൻ കശ്യപന് കഴിഞ്ഞില്ല. വസ്തുക്കളുടെ നശ്വരതയെപ്പറ്റി അവളെ പഠിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ പരിശ്രമങ്ങളെല്ലാം അമ്പേ പരാജയപ്പെട്ടു. ലോകാവസാനം തന്നെ വന്നുവോ എന്ന വിധം അവൾ മർമ്മഭേദകമായി അലമുറയിട്ടു. ഒടുവിൽ ദിതി സ്വയമടങ്ങി. അവർ കശ്യപനെ സമീപിച്ച് കഠിനമായ വ്യഥമനസ്സിന്റെ ആഘാതതയിൽ നിമജ്ജനം ചെയ്തിട്ട് പറഞ്ഞു, നാഥാ, ഇത് ന്യായമാണോ? എനിക്കും അതിഥിക്കും അങ്ങയിൽ നിന്നും സന്താനങ്ങളുണ്ടായി. എന്നാൽ ഇപ്പോൾ എനിക്ക് ഒരു കുട്ടിപോലുമില്ല. അത് ന്യായമാണോ? അല്പായുസ്സുകളായ അനേകം കുട്ടികളുണ്ടാവുന്നതിനേക്കാൾ ദീർഘായുസ്സായ ഒരു കുട്ടിയുണ്ടാവുകയാണ് ഏറ്റവും അധികാമ്യം. അങ്ങനെയല്ലേ? ഇത്തരത്തിൽ അവൾ ഉറക്കെ വിലപിച്ചപ്പോൾ കശ്യപൻ അവളെ സമാശ്വസിപ്പിച്ചു. ദീർഘായുഷ്മാനായ ഒരു കുട്ടിയുണ്ടാവാനായി തപസ്സു ചെയ്യാൻ പറഞ്ഞു. സ്വന്തം ആഗ്രഹം ഒരിക്കലും നിറവേറ്റാൻ സാധിക്കാത്ത ആ ദുഃഖം ഉപേക്ഷിക്കുവാൻ അദ്ദേഹം അവളെ ഉപദേശിച്ചു. കശ്യപനാൽ പ്രോത്സാഹിതയായി അദ്ദേഹത്തിന്റെ അനുഗ്രഹം കാംക്ഷിച്ചുകൊണ്ട് അവൾ ഉടനെ സ്ഥലം വിട്ടു. ദേവന്മാരിൽ നിന്നും പരാജയപ്പെടുത്തുവാൻ കഴിവുള്ള ഒരു പുത്രനുണ്ടാവുകയെന്ന വരം കാംക്ഷിച്ചുകൊണ്ട് അവൾ കഠിന തപസ്സാരംഭിച്ചു. കശ്യപൻ അവളോട് പറഞ്ഞു, തപസ് എളുപ്പമായ ഒന്നൊന്നുമല്ല. അതിന്റെ പര്യവസാനം വരെ പരിശുദ്ധി പാലിക്കേണ്ടതുണ്ട്. ഒരു നിയമവും ഒരു കണിക പോലും ലംഘിക്കാതെ എല്ലാ വ്രതങ്ങളും പ്രതിജ്ഞകളും പാലിക്കേണ്ടതുണ്ട്. എന്നാലേ ദേവന്മാർ പ്രസാദിച്ച് വരദാനം ചെയ്യുകയുള്ളൂ. ദിതി കുശപ്ലവം എന്ന സ്ഥലത്തെത്തി കഠിന തപസ്സാരംഭിച്ചു. അവരുടെ ദൃഢനിശ്ചയമറിഞ്ഞ ദേവേന്ദ്രൻ അവരെ പരീക്ഷിക്കാൻ ആഗ്രഹിച്ചു. അവരുടെ പരിചാരികയുടെ രൂപത്തിൽ അവരുടെ സമീപത്തെത്തി. ഇതിനിടയിൽ ദിതിയുടെ തപസ് ഫലിച്ചു. ദിവ്യാനുഗ്രഹം കൊണ്ട് അവൾ ഗർഭിണിയായി. ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. ഇന്ദ്രൻ പരിചാരികയുടെ രൂപത്തിൽ അവളുടെ സമീപമുണ്ടായിരുന്നു. ഒരു ദിവസം മധ്യാഹ്നത്തിന്റെ കൊടുഞ്ചൂടിൽ ഉറക്കത്തുന്തിയ അവൾ മെത്തയിൽ അഴിഞ്ഞ മുടിയോടും കാൽ വയ്ക്കേണ്ടിടത്ത് തലവച്ചും കിടന്നു. ഇത് തപശ്ചര്യാകാലത്ത് പാലിക്കപ്പെടേണ്ട പരിശുദ്ധിയുടെ നിയമങ്ങൾക്ക് എതിരായിരുന്നു. അതുകൊണ്ട് ഇന്ദ്രൻ ഉദ്ദേശിച്ച സൗകര്യം കിട്ടി. അവളുടെ കിടപ്പ് വ്രതവിരുദ്ധവും ശാസ്ത്രങ്ങൾക്കെതിരുമാണെന്ന് ഇന്ദ്രൻ കണ്ടു. അവളുടെ ഗർഭപാത്രത്തിലെ ഭ്രൂണത്തെ തുണ്ടുകളാക്കിക്കൊണ്ട് അദ്ദേഹം അവളെ ശിക്ഷിച്ചു. തങ്ങളുടെ നഷ്ടപ്പെട്ടുപോയ അവയവങ്ങൾക്കും തുണ്ടുകൾക്കും വേണ്ടി ആ മാംസഖണ്ഡങ്ങൾ ഗർഭപാത്രത്തിൽ നിന്ന് വിലപിക്കാൻ തുടങ്ങി. പരിചാരികയായ ഇന്ദ്രൻ അവരോട് മൃദുവായി പറഞ്ഞു, മാരോദ, കരയരുത്. ദിതിക്ക് ഭയങ്കരമായ രക്തസ്രാവമുണ്ടായി. അവൾ തന്റെ ദുർവിധിയെ പഴിച്ച് ദീനദീനം വിലപിച്ചു. ഇന്ദ്രൻ അവളുടെ മുമ്പാകെ കൈകൂപ്പി നിന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, മാതാവേ, മാപ്പു നൽകൂ. ദേവി തപശ്ചര്യാകാലത്ത് വ്രതനിയമങ്ങൾ ലംഘിച്ചു പ്രവർത്തിച്ചു. അങ്ങനെ വ്രതഭംഗത്തിനിടയായി. അമ്മയുടെ കേശമഴിഞ്ഞതും ശിരസ്സുമെത്തയിൽ പാദം വയ്ക്കേണ്ട സ്ഥലത്തുമായിരുന്നു. ദേവി ഈ രീതിയിൽ കിടന്നുറ. ട്രാൻസ്ലിറ്ററേഷൻ ഓഫ് image.png. അങ്ങനെയപ്പോൾ ദേവിയുടെ തപസ് ശിഥിലമായി. തപസ്സിന്റെ ഫലം തടസ്സപ്പെടുത്തുന്നതിനുവേണ്ടി തക്കം പാർത്തിരിക്കുന്ന ശത്രു ഇങ്ങനെയൊരു സൗകര്യം കിട്ടിക്കഴിഞ്ഞാൽ വെറുതെയിരിക്കുമോ? ഞാന് ഈ രൂപത്തില് വന്ന ഇന്ദ്രനാണ്. എന്നെ കൊല്ലാന് കഴിയുന്നൊരു പുത്രനുണ്ടാവണമെന്നല്ലേ പ്രാർത്ഥിച്ചത്? ഗർഭപാത്രത്തിലെ ഭ്രൂണം എന്നെ നശിപ്പിക്കാനുള്ളതായിരുന്നു. അതുകൊണ്ട് എന്റെ ശത്രുവിനെ പരാജയപ്പെടുത്താന് ഞാന് ആ തക്കം പ്രയോജനപ്പെടുത്തി. കുറ്റപ്പെട്ട അത്തക്ക തന്ത്രങ്ങളില് കൂടിയല്ല ഞാനവനെ നശിപ്പിച്ചത്. ദേവിയുടെ പരിപാടിയുടെ വിജയത്തിന് വ്രതം നിഷ്കർഷയോടെ അനുഷ്ഠിക്കേണ്ടതാണെന്നറിയാമല്ലോ. ദേവി നിയമങ്ങള് ലംഘിക്കാതിരിക്കാന് സ്വയം ശ്രമിക്കണമായിരുന്നു. ഭ്രൂണത്തെ ഞാന് 7 കഷ്ണങ്ങളാക്കിയാണ് വെട്ടിമുറിച്ചിട്ടുള്ളത്. ഞാൻ അവയോട് മാരൂത എന്നു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവര് 7 ദിവ്യമരുന്നുകളായി ജനിക്കും. ഞാന് ഈ വരം തരുന്നു. ഇങ്ങനെ പറഞ്ഞ് ഇന്ദ്രന് സ്വർഗ്ഗത്തിലേക്ക് പോയി. രാമ
ഇന്ദ്രനും ദിതിയുമായി സംഭാഷണവും അനുരഞ്ജന സംഭാഷണവും നടന്ന സ്ഥലം ഇതാണ്. ഇവിടെ ഇക്ഷ്വാകുവിന് അലംബാദേവിയില് വിശാലന് എന്നൊരു പുത്രനുണ്ടായി. വിശാലന് സ്വന്തം പേരാണ് ഈ രാജ്യത്തിന് നൽകിയത്. വിശാലന് ഹേമചന്ദ്രന് എന്നൊരു കുട്ടി പിറന്നു. ശക്തനായ ഹേമചന്ദ്രന് എന്ന പേരില് പ്രസിദ്ധനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് സുഭദ്രന് എന്നൊരു പുത്രന്, അവന് ധൂമ്രാശന് എന്നൊരു മകന്, ധൂമ്രാശന് ശ്രീജയന് എന്നൊരു പുത്രന്. ശ്രീജയന്റെ മകനാണ് സഹദേവന്. സഹദേവന് വളരെ സമ്പന്നനും ക്ഷേമൈശ്വര്യങ്ങള് ഉള്ള ആളുമായിരുന്നു. നീതിയുടെയും ധർമ്മനിഷ്ഠയുടെയും സ്തംഭമായിരുന്നു അദ്ദേഹം. അതിശക്തനായ ഒരു ഭരണകർത്താവും കൂടിയായിരുന്നു വീരന്. ദീർഘകാലം ജനക്ഷേമകരമായി അദ്ദേഹം ഭരണം നടത്തി. അദ്ദേഹത്തിന്റെ പുത്രന് സോമദത്തിന് കാകുസ്ഥന് എന്നൊരു മകനുണ്ടായിരുന്നു. ആ പരാക്രമിയായ രാജാവിന്റെ പുത്രനായിരുന്നു സുമതി. അദ്ദേഹവും ധർമ്മനിഷ്ഠനും സദ്ഗുണസമ്പന്നനുമായ ഒരു രാജാവായിരുന്നു. പരിശുദ്ധിയിലും ദിവ്യതയിലും അദ്ദേഹം ദേവതുല്യനായിരുന്നു. രാമ, ഇന്ന് നാം വിശാല നഗരത്തിലേക്ക് പ്രവേശിക്കും. അവിടെയുറങ്ങും. ജനകചക്രവർത്തിയുടെ നഗരിയിലേക്ക് നാളെയോ? തുക. ഈ വാക്കുകൾ കേട്ടപ്പോൾ എല്ലാവരും സന്തുഷ്ടരായി. വിശ്വാമിത്രന്റെ ആഗമനം ദൂതന്മാർ മുഖേന സുമതി അറിഞ്ഞിരുന്നു. വന്ദികൾ, മന്ത്രിമാർ, പണ്ഡിതന്മാർ, പുരോഹിതന്മാർ മുതലായവരുടെ അകമ്പടിയോടുകൂടി സുമതി മഹർഷിയുടെ സന്നിധിയിൽ വേഗമെത്തി. നഗരത്തിൽ പ്രവേശിച്ച് മഹർഷിയുടെ സാന്നിധ്യം കൊണ്ട് രാജധാനി പരിശുദ്ധമാക്കണമെന്ന് രാജാവ് അപേക്ഷിച്ചു. രാജാവിന്റെ വിനയവും ആദരപ്രകടനവും വിശ്വാമിത്രനെ വളരെ സന്തോഷിപ്പിച്ചു. രാജാവിന്റെ ആരോഗ്യത്തെയും സുഖത്തെയും രാജ്യത്തെയും സംബന്ധിച്ച് അദ്ദേഹം സ്നേഹമധുരമായന്വേഷിച്ചു. അവർ രാജ്യകാര്യങ്ങളെക്കുറിച്ചും രാജവംശത്തെപ്പറ്റിയും സംഭാഷണം ചെയ്തു. ആ ഘട്ടത്തിലാണ് സുമതിയുടെ ദൃഷ്ടി രാമലക്ഷ്മണന്മാരുടെ മേൽ പതിച്ചത്. അവരുടെ സൗന്ദര്യവും അന്തസ്സും രാജാവിനെ ഹഠാതാകർഷിച്ചു. ആ സിംഹക്കുട്ടികളാരെന്ന് അദ്ദേഹം വിശ്വാമിത്രനോടന്വേഷിച്ചു. വിശ്വാമിത്രൻ മറുപടി പറഞ്ഞു. സുമതി, അതൊരു നീണ്ട കഥയാണ്. അതു പറയാനിപ്പോൾ സമയമില്ല. താങ്കളുടെ സ്ഥലമെത്തിയാൽ ഞാൻ മുഴുവൻ കഥയും പറഞ്ഞുതരാം. അദ്ദേഹത്തോടൊന്നിച്ച് സഞ്ചരിച്ചിരുന്ന സന്യാസിമാരോടും തപസ്വികളോടും സഹോദരന്മാരായ രാമലക്ഷ്മണന്മാരോടും വിശാലനഗരിയിലേക്ക് നടന്നുകൊള്ളാൻ മഹർഷി നിർദ്ദേശിച്ചു. അദ്ദേഹവും എഴുന്നേറ്റ് സുമതിയോട് രാജ്യസംബന്ധമായ കാര്യങ്ങളെപ്പറ്റി സംസാരിച്ചുകൊണ്ട് നടന്നു. അവർ നഗരകവാടത്തിലെത്തിയപ്പോൾ വിവിധ ഉപകരണങ്ങളിൽ നിന്നും ഉയർന്ന സംഗീതം ആകാശത്തെ ഭേദിച്ചു. ബ്രാഹ്മണർ ശാസ്ത്രോക്തമായ രീതിയിൽ സ്വാഗതവും ആശസ്സുകളും അടങ്ങുന്ന മന്ത്രങ്ങൾ ചൊല്ലി. വിശാലരാജാവിനാൽ ഒരുക്കപ്പെട്ട സ്വീകരണ വിരുന്നിൽ പങ്കെടുത്ത ശേഷം വിശ്വാമിത്രൻ അവിടെ സന്നിഹിതരായിരുന്ന രാജബന്ധുക്കൾ, പുരോഹിതന്മാർ, പണ്ഡിതന്മാർ എന്നിവരോട് തന്റെ സിദ്ധാശ്രമത്തിന്റെയും അവിടെ താൻ നടത്തിയ യജ്ഞത്തിന്റെയും യജ്ഞരക്ഷയ്ക്കായി രാമലക്ഷ്മണന്മാർ നടത്തിയ വീരോചിതമായ പരിശ്രമത്തിന്റെയും ആക്രമിക്കാനെത്തിയ രാക്ഷസരിൽ നിന്നും യജ്ഞസ്ഥലം ആക്രമിക്കാനെത്തിയ രാക്ഷസരിൽ നിന്നും യജ്ഞസ്ഥലം അവർ രക്ഷിച്ചതിന്റെയും കഥ വിവരിച്ചു. രാജകുമാരന്മാരുടെ യുദ്ധവൈദഗ്ധ്യത്തിന്റെയും ധൈര്യത്തിന്റെയും കഥകൾ കേട്ടവർ ആശ്ചര്യപരതന്ത്രരാവുകയും അതിരറ്റ ആനന്ദം അനുഭവിക്കുകയും ചെയ്തു. അവർ ആരാധനാപൂർവം രാമലക്ഷ്മണന്മാരെ നോക്കി. ആ കുമാരന്മാര് വീണ്ടും അവതരിച്ച നരനാരായണന്മാരാണെന്ന് അവർക്ക് തോന്നി. ഭക്ത്യാദരങ്ങൾക്കു അധീനരായ അവർ അവരുടെ മുമ്പാകെ ദീർഘദണ്ഡ നമസ്കാരം ചെയ്തു. രാത്രി വളരെ വൈകിയതുകൊണ്ട് രാമലക്ഷ്മണന്മാർ വിശ്വാമിത്രന്റെ പാദങ്ങളിൽ നമസ്കരിച്ച് അദ്ദേഹത്തിന്റെ അനുവാദത്തോടുകൂടി അവർക്ക് വിശ്രമത്തിന് പ്രത്യേകമായി സൗകര്യപ്പെടുത്തിയ വസതിയിലേക്ക് പോയി. പുലരുന്നതിനു മുമ്പ് അവർ ഉണർന്നു. പ്രഭാതസ്നാനം, സന്ധ്യാവന്ദനം മുതലായവ കഴിച്ച് ഗുരുവിന്റെ അടുക്കിലേക്ക് ചെന്നു. യാത്രയുടെ അടുത്ത ഘട്ടത്തിലേക്ക് ഒരുങ്ങുന്നതിന് ശരിയായ സമയത്താണ് അവിടെ എത്തിയത്. അവർ സുമതി രാജാവിന് നന്ദി പ്രകാശിപ്പിച്ച് മിഥിലയിലേക്കുള്ള യാത്ര തുടർന്നു. സുമതി കുറേ ദൂരത്തോളം അനുഗമിച്ചു. അനന്തരം മഹർഷിയോടും മറ്റുള്ളവരോടും സമ്മതം വാങ്ങി മടങ്ങി. വിശ്വാമിത്രൻ സശിഷ്യന്മാരോടും രാജകുമാരന്മാരോടും കൂടി യാത്ര തുടർന്നു. മധ്യാഹ്നമായപ്പോൾ അവരൊരു വിശാലമായ ഉപവനത്തിലെത്തി. വർഷങ്ങൾക്കു മുമ്പ് ആ സ്ഥലത്ത് അനേകം ആശ്രമങ്ങളുണ്ടായിരുന്നെന്ന് തോന്നി. ഇപ്പോൾ ആ വസതികളെല്ലാം തകർന്നു തരിപ്പണമായിരിക്കുന്നു. ഒരു കാലത്ത് പ്രേമപൂർവമായ ശ്രദ്ധയോടുകൂടി പരിരക്ഷിക്കപ്പെട്ടതും ഹോമദ്രവ്യങ്ങൾ അർപ്പിക്കപ്പെട്ട പവിത്രമായ അഗ്നി ജലിപ്പിക്കപ്പെട്ടതും ആയ യജ്ഞവേദികൾ കാണാമായിരുന്നു. തപസ്വികളാലും മഹർഷിമാരാലും പവിത്രീകരിക്കപ്പെട്ടൊരു സ്ഥലമായിരുന്നു അതെന്ന് രാമൻ മനസ്സിലാക്കി. തന്റെ ഊഹം വിശ്വാമിത്രന്റെ ശ്രദ്ധയ്ക്ക് വിഷയമാക്കി. വിശ്വാമിത്രൻ മന്ദസ്മിതം തൂകിക്കൊണ്ടു പറഞ്ഞു. രാമ, എത്ര ശരിയായിട്ടാണ് നീ നിരീക്ഷിച്ചത്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇവിടെ നിവസിച്ചിരുന്ന മഹാത്മാവ് എന്തിനീ സ്ഥലം വിട്ടുപോയി എന്ന് ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിക്കൂ. ദേവന്മാർ പോലും ഈ ആശ്രമത്തെ പുകഴ്ത്താറുണ്ട്. ഇത് ഗൗതമ മഹർഷിയുടെ ആശ്രമമാണ്. വളരെ വർഷങ്ങളോളം അദ്ദേഹം ഇവിടെ പത്നിയായ അഹല്യയുമായി താമസിച്ചു. സന്തോഷത്തോടുകൂടി കഠിന തപസ്സുകൾ അനുഷ്ഠിച്ചു.
അനേകം യജ്ഞങ്ങൾ നടത്തി. ഈ ഉപവനം ആത്മീയ പ്രഭാവം കൊണ്ട് ഉജ്ജ്വലപ്രഭയുള്ളതായിരുന്നു. അത് പ്രസന്നവും ശാന്തിയും ആനന്ദവും കൊണ്ട് പൂർണ്ണവുമായിരുന്നു. ഇവിടെയുള്ള ജനങ്ങൾക്ക് ഓരോ ദിവസവും പുണ്യദിനമായിരുന്നു. മഹർഷിയുടെ പത്നിയായ അഹല്യ സദ്ഗുണസമ്പന്നയും സച്ചരിതയും ട്രാൻസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് മലയാളം ആയിരുന്നു. അവർ സൗന്ദര്യത്തിന്റെ പൂർണ്ണ നക്ഷത്രമായിരുന്നു. ശാരീരിക സൗന്ദര്യത്തിലോ ആകർഷകത്വത്തിലോ അവർക്ക് സമാനമായി ആരുമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഗൗതമനെന്നും അവരെ അതീവ ശ്രദ്ധയോടെ കൂടി കാത്തുരക്ഷിച്ചുപോന്നു. ഒരു ദിവസം ഗൗതമൻ ആശ്രമത്തിലില്ലാത്ത സമയം. അപ്പോൾ ദേവേന്ദ്രൻ ഗൗതമന്റെ രൂപത്തിലവിടെ വന്നു. ഗുണവതിയായ ഭാര്യ അദ്ദേഹത്തെ ഭർത്താവാണെന്ന് തന്നെ ധരിച്ചു. ബഹുമാനത്തോടെ ശുശ്രൂഷിച്ചു. പക്ഷേ ആ ഘട്ടത്തിൽ യഥാർത്ഥ ഗൗതമൻ അവിടെ എത്തുന്നു. അവളുടെ അവിശ്വസ്തതയെ കണ്ടുപിടിച്ചു. വേഷപ്രച്ഛന്നനായിരുന്ന ഇന്ദ്രനെ അദ്ദേഹം തിരിച്ചറിഞ്ഞു. രോഷം കൊണ്ട് കത്തിജ്വലിച്ച് ദുരാത്മാവേ എന്നലറി. പക്ഷേ ഇന്ദ്രൻ അപ്പോഴേക്കും അപ്രത്യക്ഷനായി കഴിഞ്ഞു. അദ്ദേഹം അഹല്യയുടെ നേരെ ക്രോധത്തോടെ ഗർജിച്ചു. അധർമ്മത്തിലേർപ്പെട്ട് നീ ഈ ആശ്രമം നശിപ്പിക്കുവാൻ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്, ഇല്ലേ? ഒരു നിമിഷം ഞാനിനി ഇവിടെ നിൽക്കുകയില്ല. നിന്റെ മുഖദർശനം എനിക്ക് അസഹ്യമാണ്. തിന്നാനും കുടിക്കാനുമൊന്നുമില്ലാതെ ഒരു പിശാചെപ്പോലെ വായു ഭക്ഷിച്ച് വല്ല കുറ്റിച്ചെടിയുടെയും പിന്നിൽ തളർന്നു വീണോളൂ. ഞാൻ പോകുകയാണ്. വഞ്ചനകൊണ്ട് അപവിത്രീകരിക്കപ്പെട്ട ആ സ്ഥലം ഗൗതമൻ വെറുത്തു. അഹല്യ അതിദയനീയമായി വിലപിച്ചു. താൻ പാപമൊന്നും ചെയ്തിട്ടില്ലെന്നും നിരപരാധിയാണെന്നും വാദിച്ചു. വേഷപ്രച്ഛന്നത മൂലം ആളെ മനസ്സിലാക്കാനാവാതെ ഭർത്താവിനോടു മാത്രമുള്ള ഭക്ത്യാദരങ്ങളാൽ പ്രേരിതയായി പ്രവർത്തിച്ചതാണെന്നും തനിക്ക് ഭർത്താവിനോടുള്ള ഭക്തിധർമ്മത്താൽ ആത്മനിയന്ത്രണം വിട്ടുപോയതാണെന്നും ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. അവളുടെ നിരപരാധിത്വ പ്രസ്താവനകളിൽ അവസാനം മനസ്സലിഞ്ഞ ഗൗതമൻ സത്യവസ്ഥ വെളിപ്പെട്ടു. പക്ഷേ ഒരിക്കൽ പറഞ്ഞ വാക്ക് പിൻവലിക്കാൻ കഴിയാത്തതിനാൽ അദ്ദേഹം പറഞ്ഞു, അഹല്യ, പറഞ്ഞ വാക്കിനെതിരായി ഒരിക്കലും പ്രവർത്തിക്കാതിരിക്കാൻ ഞാൻ പ്രതിജ്ഞയെടുത്തിട്ടുണ്ടെന്ന് നിനക്കറിയാമല്ലോ. അതുകൊണ്ട് ദശരഥപുത്രനായ രാമൻ ഈ വഴിക്കുവന്ന് നിന്നെ കാണാനിടയാകുന്നതുവരെ കുറ്റിക്കാട്ടിലോ മുൾച്ചെടികളുടെ പിറകിലോ ദുഃഖിച്ചും പട്ടിണികിടന്നും കഴിയുക. രാമൻ നിന്നെ കണ്ടാൽ നിന്റെ മേൽ കാരുണ്യം വർഷിക്കും. അവിടത്തെ പാദം സ്പർശിക്കുന്നതിന് നിന്നെ അനുവദിക്കും. അത്യന്തം കരുണയോടുകൂടി നിന്നോട് സംസാരിക്കും. ആ പുണ്യദർശനവും